നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മാത്രം മതി. മോനെ, കവിത ബിസിനസ്സിൽ കൈയടത്തിയത് സഞ്ജയ് എന്ന പേര് കേട്ട് അറിവ് വെച്ച. ഞാനിത് വല്ലതും അറിഞ്ഞോ? പിന്നെയല്ലേ കാര്യം പിടികിട്ടിയത്. നിന്നോട് ഞാനിത് പറയാതിരുന്നത് കവിത ഏതറ്റം വരെ പോകുമെന്ന് കാണാൻ വേണ്ടി മാത്രം തന്നെയാണ്. നീ ഒരു മണ്ടനില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സംസാരിക്കുന്ന മനസ്സിലാക്കാനുള്ള ബുദ്ധിയും നിനക്കുണ്ട്. കവിത ഉള്ളുകൊണ്ട് മോഹിച്ചത് എന്താണെന്നോ ഞാൻ പറഞ്ഞുതരാം. ജനലിന്റെ കട്ടന്റെ പിന്നിൽ ക്യാമറ വെച്ച് കവിത പുറത്തുണ്ട്. ഒരു കാരണവശാലും നീ അങ്ങോട്ട് നോക്കരുത്. ഇപ്പൊ മനസ്സിലായില്ലേ? മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ MD ആവണം കവിതയ്ക്ക്. അത് തന്നെ അവളുടെ ഉള്ളിലിരിപ്പ്. അപ്പച്ചി പറഞ്ഞത് ശരിയല്ല അങ്കിൾ. എനിക്ക് ബിസിനസ്സിൽ കാര്യമായി ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. സ്വാതിയുടെ കാര്യങ്ങളുമായി ഞാൻ ഓട്ടത്തിലായിരുന്നില്ലേ. പക്ഷേ എന്നെ അപ്പച്ചി അമ്മുവിന്റെ കാര്യത്തിൽ ഇത്രമാത്രം സംശയിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. പിന്നെ അപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് തെറ്റായി എന്തെങ്കിലും ഉണ്ടായ ഞാൻ ചൂണ്ടിക്കാണിക്കും. അപ്പൊ ഇത് വെച്ചാണല്ലേ അപ്പച്ചി അമ്മൂനെ അടിക്കുകയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തത്. എന്തായാലും അത് വലിയ കഷ്ടമായി പോയി. ഞാനിത് വല്ലതും അറിഞ്ഞോ? ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഇനി അവൾ എന്ത് ചെയ്യാനാ? അവള് വിശ്വസിച്ചതൊക്കെ തെറ്റിദ്ധാരണയാണ് തെളിഞ്ഞില്ലേ? പിന്നെ ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത് സഞ്ജയ് മടങ്ങി പോകുന്നതിന് മുമ്പ് അമ്മുവായിട്ടുള്ള ഡിവേഴ്സിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് പറയാനാ. അവനും അത് വലിയ അത്യാവശ്യമാണ്. അതിനെന്താ, നമുക്ക് വേണ്ടത് ചെയ്യാം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നീ എത്രമാത്രം അപകടത്തിലെത്തി നിൽക്കുന്നു? ഇനി പറ, ഞാൻ ഇങ്ങനെ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അത് അങ്കിളെ, ഞാൻ പിന്നെ നീ ഇനി ഇവിടെ വെച്ച് ഒന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നീ ഒന്ന് പുറത്തേക്ക് പോ. പെണ്ണ് ശ്രീകുട്ടി എങ്ങോട്ടാ കൊണ്ടുപോയത്? എന്തായാലും അയാള് വന്നല്ലോ. നാശം, ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പോലും സമ്മതിക്കില്ല. ചേച്ചിയും തേൻപുരട്ടി ഇവയുമായി കൂടിക്കോൾ. എനിക്കിന്ന് വലിയ സന്തോഷമുള്ള ദിവസമാകുന്നു. നീ പറയാതെ തന്നെ നിന്റെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞു. നേരിട്ട് തന്നെ വന്നു. അമ്മയും വകവെച്ച് കൊടുക്കുന്ന ആളൊന്നുമല്ല. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് പറയുന്നത് പോലെ മറുപടി. ഡിവോഴ്സിന് സമ്മതമാണെന്ന് കൂടി പറഞ്ഞപ്പോൾ സമാധാനമായി. നമ്മൾ കരുതിയ പോലെ കക്ഷിയുടെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. അതല്ല രസം, അയാളുടെ പേര് സഞ്ജയ് എന്നാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.